ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് കാർഡാണ്. ഈ ഒരു കാർഡ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും ഈസി ആയി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫാദേഴ്സ് ഡേ കാർഡ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫാദേഴ്സ് ഡേ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള ചാർട്ട് പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓർഗാമി ടൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞിട്ടുള്ള പേപ്പേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അളവുകളൊക്കെ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാർഡിനുള്ള കവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 30 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 21 സെൻറ്റിമീറ്ററും ഉള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് 0.5 സെൻറ്റിമീറ്റർ കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് നടുക്കൊട്ടിച്ച് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് ഒരു സൈഡ് മടക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടുക്കൊന്ന് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് രണ്ട് സൈഡിലേക്കും കോളർ ഉള്ള പോലെ നമ്മളൊന്നിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ബട്ടൺസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഒരു കോട്ടിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബട്ടൻ്റെ കളറും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഉള്ള ബട്ടൺസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ കാർഡ് വരുന്നത്. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഷേപ്പ് കോട്ടിൻ്റെ ഉള്ളിലിടുന്ന ഷർട്ടിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അളവുകൾ ഒരു സൈഡ് 21 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഒരു സൈഡ് നമ്മൾ 14.5 സെൻറ്റിമീറ്ററിലുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ മുകളിൽ ഇങ്ങനെ മടക്കി വെച്ചത് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലുള്ള സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ 2 സെൻറ്റിമീറ്ററുള്ള ഒരു ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലുള്ള ഭാഗം ഇതുപോലെ കോളർ പോലെ നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കാർഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടൈയും കൂടെയാണ്. അപ്പോൾ ടൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കനം കുറഞ്ഞിട്ടുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 13 സെൻറ്റിമീറ്ററുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പേപ്പറിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർഗാമി ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മൾ ഓർഗാമി ആയിട്ടാണ് നമ്മൾ ഈ ടൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാമി അറിയാമല്ലോ, നമ്മളിങ്ങനെ മടക്കി പേപ്പേഴ്സ് മടക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർഗാമി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മടക്കുന്ന രീതികളാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴത്തെ ഭാഗം ഒന്നും ചെയ്യുന്നില്ല. മുകളിലുള്ള ഭാഗം നമ്മളിങ്ങനെ മടക്കി ഒരു സിഗ്സാഗ് ഷേപ്പിൽ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ടൈയിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മളിതുപോലെ ഒന്ന് ചെരിച്ച് മടക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സൈഡൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടൈയിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടില്ലേ, ഇത് നമ്മൾ ഈ ഒരു കാർഡിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഈ ഒരു സ്റ്റിക്കറിന് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്ത് ഗോൾഡൻ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതുകൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന ഏത് സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കാർഡിൽ നമ്മൾ മെസ്സേജസ് ഒക്കെ എഴുതുകയാണ്. പുറത്ത് നമ്മൾ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഉള്ളിലായിട്ട് നമ്മൾ എന്താണോ മെസ്സേജ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് എഴുതിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫാദേഴ്സ് ഡേ കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്തിട്ട് ഈ ഒരു വർക്കിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. താങ്ക്